cuties, it's me Onira Jamus, Indian secret foodie. Welcome back to my YouTube channel. ഇന്ന് എന്താന്ന് വെച്ചാ ഒന്നുമില്ല പ്രത്യേകിച്ച്, അങ്ങനെ അറിയില്ല. എനിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു വ്ളോഗ് എടുക്കണം എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരാഗ്രഹമാണ്. കാരണം കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ദിവസം. പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത്, ഞങ്ങൾ അടുത്തല്ല, ഇവിടെ നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്നിട്ട് ഞാൻ ഏകദേശം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഏപ്രിൽ 5 മാസമായി. അപ്പം ഇതുവരയ്ക്കും ജോലി, വീട് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പുറത്തോട്ട് പോകാനോ കറങ്ങാനോ നിൽക്കാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ എൻ്റെ ബോയ്ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. ബോയ്ഫ്രണ്ടിനെ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. 1, 2 ചിരിച്ചോണ്ടിരിക്കണോടൊപ്പം കാണിച്ചു. ബോയ്ഫ്രണ്ട് കൈ കാണിച്ചു ഹായ് പറ. ഹായ്. സോ അപ്പം വന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ പുറത്തു പോകുന്ന ഒരു കൂട്ടത്തിലുള്ള ആളല്ല. ഒറ്റയ്ക്ക് ഇരിക്കാനും പോകാനൊക്കെ ഒരു ഫ്ലൈറ്റ് പിന്നെ ഞാൻ കാണിച്ചു തരായിരുന്നു. പക്ഷെ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തു പോകാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ഞാനിപ്പോൾ അത് ഒന്ന് മടിച്ചു തുടങ്ങി. ബിക്കോസ് എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ ഓൺലൈനിലാണ് വർക്ക് ആയതുകൊണ്ടും പിന്നെ ഞാൻ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ഈ സ്കോട്ട്ലൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞത് അതിന് മുന്നിൽ ഞാൻ എൻ്റെ ഇൻട്രോ കൊടുത്ത് ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്തതിനു ശേഷം ഞാൻ വിശേഷങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഇന്ന് ഒരു ചെറിയ കുട്ടി, വളരെ ചെറിയ ഒരു ട്രാവൽ വ്ലോഗും പ്ലസ് എൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്താ വാ, എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ കയ്യിലുണ്ട്, കൊള്ളാമോ? അപ്പം ഇന്ന് രാവിലെ, ഇന്നലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഫുള്ള് ഞാൻ നൈറ്റൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് ഞാൻ കിടക്കാനുള്ളൊരു പുറപ്പാടിൽ രാവിലെ ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഇന്നും നാളെ എനിക്ക് ഓഫാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാം, പുറത്ത് ചെറു കഫേയിൽ പോവാം, ഫുഡ് കഴിച്ചിട്ട് വരാം, അമ്പലത്തിൽ പോവാം, ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റായി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മളിവിടെ ഇപ്പോൾ UK-ൽ ഫ്ലവേഴ്സിൻ്റെ സീസണാണ്. അതായത് ചെറിയ ബ്ലോസം, മസ്റ്റാർഡ് ഫാം, പിന്നെ തുലിപ്പ് ഫാം ഒക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു സീസണാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞപ്പോൾ എവിടെ നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എനിക്ക് ഞാൻ 2022 ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കെയർ ഹോമിൽ ജോലിക്ക് പോകുന്നത്. ആ കെയർ ഹോമിൽ ഞാൻ ജോലിക്ക് പൊക്കോണ്ട് എനിക്ക് ജോലി കിട്ടിയ ആ ഒരു ടൈമിൽ ഞങ്ങൾ വേറൊരു വണ്ടിയിൽ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ കുറേ പേരെ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ കെയർ ഹോമിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് എന്നും ഞങ്ങൾ പോകുന്ന വഴി മോട്ടോർ വേൻ്റെ സൈഡിലായിട്ട് കണ്ണൊക്കെ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു മസ്റ്റാർഡ് പാടം നമുക്ക്, അതായത് മസ്റ്റാർഡ് ഫാം, ഇങ്ങനെ യെല്ലോ കളറിൽ ഇങ്ങനെ എന്ത് ഭംഗിയാണെന്ന് അറിയുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഞാൻ വണ്ടി കയറുന്ന സമയത്ത് ടയർഡായിട്ട് ഉറങ്ങിപ്പോകും ജോലിക്ക് പോകുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു സ്ഥലം എത്തുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കണ്ണു തുറക്കുകയും ചെയ്യും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇവരുടെ ചോദിക്കുന്നത് നമുക്ക് ഇവിടെ പോകാൻ പറ്റുമോ, ഇറങ്ങാൻ പറ്റുമോ, ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലോ. എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്, നിങ്ങൾക്കിത് കാണുന്നുണ്ടാ? ഇങ്ങനത്തെ മഞ്ഞപ്പാടം കാണുന്നുണ്ടാ? പക്ഷെ ഇതിപ്പം വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ഫുള്ളും മഞ്ഞപ്പാടമായിരിക്കും കേട്ടോ. കണ്ട, മനസ്സിലായ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതുപോലെയാണ് കേട്ടോ ഞാൻ അന്ന് കെയർ ഹോമിൽ പോയിട്ട് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും സമ്മർ സമയത്ത് കാണാൻ പറ്റും. വിന്റർ സമയത്തില്ല, ഈ ഒരു ടൈമൊക്കെ ആവുന്ന, ഈ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആവുന്ന ടൈമാണ് ഇങ്ങനെ മഞ്ഞപ്പാട്. അന്ന് പോലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോകണം, അങ്ങനെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ. പക്ഷേ അങ്ങനെ മോട്ടോർ വേറെ സൈഡിലായിട്ടപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ ഒരു മനസ്സിൽ എനിക്കിങ്ങനെ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഇതെന്താണ് സംഭവം.
മാത്രമേ ഉള്ളൂ UK. വേറെ ഒരിടത്തും ഇല്ല. വേറെ അങ്ങോട്ട് പുറത്തോട്ട് നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്തൊരു ടൈമാണ്. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടല്ലോ. അങ്ങനെ അടുത്ത 2023 ആയി. 24 ഞങ്ങളിങ്ങനെ ഈ ഒരു ഏപ്രിൽ മെയ് സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ലണ്ടനിലൊക്കെ പോകുന്ന സമയത്ത് മനസ്സിലായി ആ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മഞ്ഞപ്പാടം ഉണ്ടെന്ന്. എനിക്കിങ്ങനെ ഈ പൂക്കൾ കാണുമ്പോൾ എനിക്കിങ്ങനെ വരുന്ന ഒരു അസുഖം എനിക്കുണ്ട്. അപ്പം അത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ ഒക്കെ മഞ്ഞപ്പാടുണ്ട്, ഇവിടെ ഒക്കെ പാടമുണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ എനിക്ക് വിരുവിര വരുന്ന ഒരു അസുഖമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, എനിക്ക് അവിടെ പോകണം, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് എടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ നിശേഷി എല്ലാവരും ഞങ്ങൾ എന്തോ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ നിശേഷി വീട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട് വ്യത്യാസം നീ എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകുന്നു. ഞാൻ പിന്നെ ഇവിടെ പല്ലൊന്നും തേച്ചിട്ടില്ല, ഇട്ടിരുന്ന ഡ്രസ്സ് നൈറ്റ് ഡ്രസ് അല്ല, തലേ ദിവസം എന്തോ പാർട്ടിക്ക് പോയി ഇട്ടിരുന്ന ചുരിദാർ എന്താണ് ഇട്ടുന്നത്. എനിക്ക് ഇത് പോകാന്ന് പറഞ്ഞിട്ട് എണിച്ച് അവനിങ്ങനെ കൊണ്ടുപോയതാണ് മഞ്ഞപ്പാട്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയത്. അപ്പം ഞാൻ ഇട്ടിരുന്നതും ഒരു യെല്ലോ കളർ, ഞാൻ സൈഡിൽ പറ്റും ഞാൻ വീഡിയോ എടുത്തേ. ആ വീഡിയോ എൻ്റെ ഇപ്പോഴും എൻ്റെ ഫോണിൽ എൻ്റെ റീൽസിലൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇത് പോകണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പക്ഷേ വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് റെഡിയായി. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സൈഡിൽ മഞ്ഞപ്പാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒക്കെ തന്നെ മഞ്ഞപ്പാടാണ്. അപ്പോൾ ഇത് പോയിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു വന്നതിന് ശേഷം 2025 നടന്നിട്ടില്ല. ഇങ്ങനെ ഈ ഒരു മഞ്ഞപ്പാടം മഞ്ഞാന്ന് കാണുമ്പോൾ അവിടെ കാണുന്ന പൂ തന്നെ ഇവിടെ. പക്ഷെ എനിക്ക് എവിടെ മഞ്ഞപ്പാടം കണ്ടാലും എവിടെ ഒരു ഫാം കണ്ടാലും പൂക്കൾ കണ്ടാലും എനിക്ക് ഇറങ്ങണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനത്തെ ഒരു വരുന്ന ഒരു അസുഖമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഈ സ്കോട്ട്ലൻഡിൽ വന്ന സമയത്ത് UK ഉള്ള പാടമൊന്നും അല്ല സത്യം പറഞ്ഞ. ഇത് എവിടെ തിരിഞ്ഞാലും മഞ്ഞപ്പാടമാണ്. അങ്ങനെ രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ഉണ്ടപ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞാടാ എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഇങ്ങനെ ഈ ഒരു മഞ്ഞപ്പാടത്ത് പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം പോണ സമയത്ത് എന്തായാലും കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോളൂ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്ത് തലമുടിയൊക്കെ ബ്ലോ ഡ്രൈ ചെയ്ത് അതിനൊക്കെ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. രാവിലെ കുളിക്കാൻ തന്നെ എല്ലാം ഞാൻ ഒരു സൈഡിൽ കൊടുത്തേക്കും. രാവിലെ ഞാൻ ഉറക്കൊഴിച്ചു, ഒന്നും കഴിച്ചില്ല, കഴിക്കുന്നതിന് മുന്നിലേ പോയി കുളിച്ച് വന്നിട്ട് ഡൈസൺ യൂസ് ചെയ്ത് തലമുടി ബ്ലോ ഡ്രൈ ചെയ്ത് ഇത്തവണ ഞാൻ ചെയ്തത് വേറൊരു മോഡലാണ്. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം അതായത് നമ്മൾ കേൾ ചെയ്തിട്ട് ആ കേൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഹീറ്റൊക്കെ യൂസ് ചെയ്ത് ഇതിനിങ്ങനെ മുടി കാണുമ്പോൾ വരണ ഒരു അസുഖമുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടത്തില്ല. എനിക്ക് പൂക്കൾ കാണുമ്പോൾ വരത്തില്ല അതുപോലെ. അപ്പം ഇത് എന്താ മറയിപ്പിച്ച് എന്തുവാ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പം എവിടെ പറഞ്ഞു നിർത്തിയാ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ബ്ലോ ചെയ്ത് ഞാൻ തലമുടിയൊക്കെ ക്ലിപ്പ് ചെയ്ത് അവസാനം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു സ്കേർട്ടുമാണ് ഇട്ടത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കല്ല ഇവൻ ഇഷ്ടമാണ്, ഇത് അവൻ ഇഷ്ടമുള്ളതാണ് ഈ ഡ്രസ്സ് ഇട്ടത്. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി എൻ്റെ ഒരു മൈൻഡിൽ യെല്ലോ പാടമല്ല ഈ മസ്റ്റേർഡ് പാടം ഒരു മഞ്ഞപ്പാടം എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പിൽ മറ്റേ സാറ്റലൈറ്റിന്റെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ മഞ്ഞ കളറിൽ ഇരിക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഇവിടെ പോകാന്ന് പറഞ്ഞിട്ട് 3 ലൊക്കേഷനിൽ പോയപ്പോഴത്തേക്കും ആ 3 അവിടെ ഇല്ല, മഞ്ഞപ്പാടം ഇല്ല. മഞ്ഞ കളറിലൊരു പച്ചപ്പാടം മാത്രം കിടക്കുന്നു. അവിടെ മഞ്ഞ കളറിൽ വേറെ ഒന്നുമില്ല. അവര് നട്ട് വളർത്തിയേക്കുന്നത്. നോക്ക് നീ കാണുന്നതാണ് നിന്റെ മഞ്ഞപ്പാടം. പക്ഷേ ഇവന് സർപ്രൈസ് ആയിട്ട് ഇവൻ ഈ ഇന്നലെ കണ്ടോ എവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കണ്ടോ ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ പൂക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ സൈഡിലൊക്കെ കാണാൻ വേണ്ടിട്ട്. നിങ്ങൾ നോക്കി അമ്മ ക്യാമറ കൂടെ കള്ളന്മാരെ ഗ്ലാസ്സിൽ കൂടെ ഇവനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കില്ലേ. സോ എന്താ പറഞ്ഞത് എനിക്കിപ്പോ എന്ത് ഭയങ്കര മറവിയാണോ മന്തി കഴിച്ചതിന്റെ ക്ഷീണമാണോ ഒന്നും അറിയില്ല. അപ്പം ഇവൻ
ഷൂട്ട് ചെയ്ത് നെവിൻ്റെ കപ്പിൽ ഇങ്ങനെ ഷുറുന്നെ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് ഇവിടെ എഡിൻബറയിൽ ഇഷ്ടമുള്ള ഒരു മന്തി ഷോപ്പുണ്ട്. ദാറ്റ് മന്തി ഈസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ പോരാ. ഇവൻ ഡയറ്റാണ്, ജിം ഫ്രീക്കാണ്. അപ്പം ഇങ്ങനെയുള്ള ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ല. ചിക്കനും ചോറും വെജിറ്റബിൾസ് മാത്രമേ എൻ്റെ കുട്ടിക്ക് പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ നിർബന്ധപ്രകാരം വല്ലപ്പോഴും ഒരിക്കലുള്ളൊരു ചീറ്റ് ഡേ ഇല്ലേ, വീക്കിലി വണ്ണിലുള്ള ചീറ്റ് ഡേ, ആ ചീറ്റ് ഡേ ഇന്നാണ് അല്ലേടാ? അപ്പൊ ആ ചീറ്റ് ഡേ ആയിട്ട് ഇന്ന് മന്തി മാട്ടിരുന്ന് ചീറ്റ് ഡേ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ട്. ഇങ്ങനത്തെ ചീറ്റ് ഡേ ഒരു ലൈക്ക് നമുക്കുണ്ടല്ലോ, അത് എത്ര കഴിക്കാത്തവരാണെങ്കിലും ഇരുന്ന് കഴിച്ചു പോവും. എത്ര ഡയറ്റ് ആണെന്നും എത്ര ഇത് മന്തി ഇഷ്ടമല്ല, ബീഫ് ഇഷ്ടമല്ല എന്ന് പറയണവരാണെങ്കിലും ആ മന്തി ഇരുന്ന് കഴിച്ചു. ഞാൻ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലേവർഫുൾ മന്തി ബീഫ് റിബ്സ് മന്തിയാണ്. എഡിൻബറയുള്ള മക്കാനി ഹോട്ടലാണ് കേട്ടോ കഴിച്ചത്. ഒന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അവിടുത്തെ ബീഫ് റിബ്സ് മന്തി എനിക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ. അവിടുത്തെ വേറെ കൊള്ളാം, ഫുഡൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും അത് ഒരു മസ്റ്റ് ട്രൈ ആണ്. സോ അതൊക്കെ നന്നായിട്ട് കഴിച്ചപ്പോഴത്തേക്കും അടുത്ത എൻ്റെ കുട്ടി പ്ലാനുമായിട്ട് വന്നു വാട്ടർ ഫ്ലോയിൽ പോകാൻ. എനിക്ക് എന്ത് ഫുള്ള് വെള്ളിടി വെട്ടണേ, വാട്ടർ ഫ്ലോയിൽ പോവാന്ന്, വാട്ടർ ഫോളിൽ പോവാന്ന്. ബിക്കോസ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുക, എന്താണ് വാട്ടർ ഫോളിൽ പോവാൻ നീ ചൂസ് ചെയ്ത കാര്യം? വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമല്ലേ വാട്ടർഫോൾ? നിങ്ങൾ ഇത് കേട്ടോ? എനിക്ക് വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കിങ്ങനെ പോവാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ബീച്ച്, ഹിൽസ്, വാട്ടർഫോള്, ഹൈക്കിങ്, ഫോറസ്റ്റ്, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടമെന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വാട്ടർഫോളാണ്. ബിക്കോസ് എനിക്കെന്തോ പ്രത്യേക ഒരു എന്ന് വെച്ചാൽ ഞാൻ കുറേ വാട്ടർഫോളിൽ പോകുന്ന ആളാണെന്ന് ചോദിച്ചാൽ അല്ല, തെന്നിയും തെറിച്ചൊക്കെ പോകും. പക്ഷെ കാണാൻ എനിക്ക് കണ്ണിന് കുളിർമ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വാട്ടർഫോളാണ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് പോയ വാട്ടർഫോൾ ഏതാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? അൽബേനിയ. അതായത് 2000 കഴിഞ്ഞ വർഷം ഞാൻ അൽബേനിയ പോയപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് വാട്ടർഫോൾ കാണുന്നത്. നമ്മള് ഹൈലാൻഡ്സിൽ പോയപ്പോൾ വാട്ടർഫോൾ കണ്ടായിരുന്നു. പക്ഷേ ഹൈലാൻഡ്സിൽ പോയപ്പോൾ ചെറിയ വാട്ടർഫോൾ മറ്റേ ലൂസി റിവർ ലൂസിയുടെ അടുത്ത്. മറ്റേ കാസിലിന്റെ അടുത്തല്ലേ? അത് നമുക്ക് ദൂരെ നിന്നൊന്ന് കാണാം. അതും ഞാൻ ഈ സൈഡിൽ വീഡിയോ എടുത്തേക്കും. ദൂരെ നിന്ന് ഉള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു, അങ്ങനെ കാണാമില്ല. പിന്നെ നിങ്ങൾ ഈ വാട്ടർഫോൾ നോക്കുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോകണമെന്ന് വിചാരിക്കരുത്. ഇവിടെ അങ്ങനെ വാട്ടർഫോൾസ് വളരെ കുറവാണ്. ഉള്ളത് തന്നെ ഔട്ട്സൈഡ് കൺട്രി എന്ന് പറയത്തില്ല, അതുപോലെ ഔട്ട്സൈഡ് കൺട്രിയിൽ വലിയ വലിയ വാട്ടർ, അത് കുറേ ട്രാവൽ 4-5 മണിക്കൂറൊക്കെ ഹൈലൻഡ്സിൽ ട്രാവൽ ചെയ്യാൻ പോകുന്ന പോലെയാണ്. ഇത് നമ്മളെവിടെ അടുത്തുനിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഗ്ലാസ്കോ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു വാട്ടർഫോൾ. അത് വാട്ടർഫോൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ലൈക്ക് ഒരു കനാലിൽ നിന്ന് ഒരു തട്ടിന്ന് താഴെ വെള്ളം വന്ന് വീഴുന്നു. പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സോ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ വിചാരിക്കും നീ എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്? പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അതിനാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്പാണ്. സോ ട്രിപ്പല്ല, ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ്, ഒരു ഇച്ചിരി ഒരു ട്രാവലൊക്കെ വേണം, അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്തുള്ള ട്രിപ്പ്. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ട് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ വീഡിയോ കാണുമ്പോൾ തെറ്റിദ്ധരിക്കാം. അതൊക്കെ മനസ്സിൽ വെച്ചതുകൊണ്ട് ഞാൻ മുൻകൂട്ടി എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിലും സ്റ്റോറീസിലും എൻ്റെ ചോദിക്കുന്നിടത്തും എല്ലായിടത്തും ഒക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. ഏകദേശം 1.5 വർഷമായി ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. 1.5 വർഷമായി ഞങ്ങളുടെ
എങ്ങനെയായി ആ സ്റ്റോറി ഒന്നും പറയാനല്ല ഞാനിപ്പോ വന്നത്. ഞാനിപ്പോ പറയാൻ വന്നത് അത് പറയാനല്ല ഇപ്പൊ വന്നത്. ഞാൻ ഇപ്പൊ വന്നത് ലൈക്ക് ഞാൻ എന്റെ സ്കോട്ട്ലൻഡ് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇപ്പോൾ ഞാൻ ഈ വീട് എടുത്തിട്ട് ഏകദേശം 5 മാസമായി. 5 മാസം ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. എന്റെ കുട്ടി കോവൻട്രിയിലാണ്. അപ്പം കോവൻട്രിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് സ്കോട്ട്ലൻഡിലേക്ക് വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോവൻട്രി പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് ഓഫ് കോഴ്സ് ഇവരെ കാണാനും ബാക്കി ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് കോവൻട്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവ എൻ്റെ അടുത്ത് വരുന്ന സമയത്താണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അല്ലാതെ ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ്. അപ്പം ഒരുപാട് പേരുടെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആരാണ് ബോയ് ഫ്രണ്ട്, എന്തുകൊണ്ട് റിവീൽ ചെയ്യുന്നില്ല, മുഖം കാണിച്ചുകൂടി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ഓഫ് കോഴ്സ് അതിന് ടൈം ആവട്ടെ, കുറച്ചും കൂടി ടൈം ആവശ്യമുണ്ട്. അപ്പം ടൈം ആവാൻ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴേ റിവീൽ ചെയ്യാറ്. അല്ലാണ്ട് റിവീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഓഫ് കോഴ്സ് അവൻ്റെ ഫാമിലിക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും കുറച്ച് സർപ്രൈസ് അല്ലെങ്കിൽ കുറച്ച് സസ്പെൻസ് എല്ലാത്തിനും നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ റിവീൽ ചെയ്യാറുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് എന്താ കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ടും റിവീൽ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പോൾ എന്താ ഇപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി 11 മിനിറ്റ്സേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പം ഏകദേശം 1.5 മണിക്കൂർ സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കാര്യം പറഞ്ഞ് കളിച്ച് തമാശിച്ച് ഒക്കെ വന്ന സമയത്ത് അപ്പോൾ 11 മിനിറ്റേ ഇനിയുള്ളൂ. ഇങ്ങോട്ടാണ് തോന്നുന്നത് 11 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കോട്ട്ലൻഡിലെ സിറ്റിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് നൈറ്റ് കിൽബർസ്റ്റോൺ കിബൽസ്റ്റോൺ റോഡ്. അതെ, പഴയ മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു വാട്ടർഫോൾ വന്നതാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആരും ജഡ്ജ് ചെയ്യാൻ വരരുത്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് മുതൽ. എനിക്കിങ്ങനെ കുറേ പേരെ ഇങ്ങനെ വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കല്യാണം കഴിച്ച് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വീഡിയോ ചെയ്യണം, എനിക്കിങ്ങനെ എവിടെ പോകുന്ന സമയത്തും അങ്ങനെ പോകുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഇപ്പോൾ സാധിച്ചു. മുഖം കാണിക്കാൻ പറ്റിയില്ലെങ്കിലും എന്താ കൈയും കാലും ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അത് മതി, നിങ്ങളിപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ റിവീൽ ചെയ്യത്തെ, പറഞ്ഞുകൂടായിരുന്നു, എന്താണ് കാട്ടിനോട് എന്നൊക്കെ കയറി അങ്ങനെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഏകദേശം 10 മിനിറ്റ്സേ ഉള്ളൂ എത്താതെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഐ ഷോ യു കാണിച്ചുതരാം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കാറിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു ജോലി കിട്ടി സ്കോട്ട്ലൻഡിൽ വരുന്നതിന് മുന്നിലേ 3 പ്രാവശ്യം ഞാൻ സ്കോട്ട്ലൻഡിൽ വന്നിട്ടുണ്ട്. സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടൂറിസ്റ്റ് ആയിട്ട് ഞാൻ സ്കോട്ട്ലൻഡിൽ വന്നിട്ടുണ്ട്.
ഇംഗ്ലീഷുകാർ മാത്രം. അതുകൊണ്ട് ആ ഒരു സ്ഥലം കാണാൻ അത്രയും ഭംഗിയുണ്ട്. ആ സ്ഥലങ്ങൾ, പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ അത്രയും ഭംഗിയുണ്ട്. ഉള്ള വീടുകളാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും വാരി വലിച്ച ഷോപ്പുകളില്ല. തെന്നിയും തെറിച്ച് ഒരു ടെസ്കോയോ ഒരു അസ്റ്റയോ ഒരു അൽഡിയോ ഒരു ലിഡ്ലോ മാത്രമേ ഉള്ളൂ. ഷോപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളായിട്ട് എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയത് ഇൻവെർനസിലായിരുന്നു, അതായത് ഈ ഹൈലൻഡ്സിന്റെ തൊട്ട് മുന്നിൽ. പക്ഷേ അവിടെ ചൂസ് ചെയ്യാത്തതിന് കാരണം ഇത്രയും ഒരു കൺജസ്റ്റഡ് പ്ലേസ് അല്ല, അധികം ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ എഡിൻബ്രയിലോട്ട് മാറി വാങ്ങിച്ചത്. പക്ഷേ ഷോപ്പുകളുണ്ട്, പക്ഷേ ഏഷ്യൻ ഷോപ്പുകളൊന്നും ഇല്ല. ഉള്ളി ഇംഗ്ലീഷുകാർ എന്ത് കഴിക്കുന്നു അത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻ ഷോപ്പ് സ്കോട്ടിഷ് ഇംഗ്ലീഷ് പീപ്പിൾ വേറെ. അത് ശരിയാണ്, സ്കോട്ടിഷ് വേറെ, സ്കോട്ടിഷ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അവർക്ക്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കും, ഒരു കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ സ്കോട്ട്ലൻഡിൽ ട്രിപ്പ് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യും, എനിക്ക് ഈ ഒരു രാജ്യം ഇഷ്ടപ്പെടും, ഞാൻ ഈ ഒരു രാജ്യത്ത് ഇങ്ങനെ വർക്ക് ചെയ്യും എന്നൊന്നും ഞാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇങ്ങനൊരു ഓഫ്കോഴ്സ് നിങ്ങൾ ഇംഗ്ലണ്ടാണോ സ്കോട്ട്ലൻഡ് ആണോ ഇഷ്ടം എന്നോട് ചോദിച്ചാൽ ഐ ചൂസ് സ്കോട്ട്ലൻഡ് ബിക്കോസ് മൈ പ്രിഫറൻസ് ഇസ് സ്കോട്ട്ലൻഡ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞാൻ സ്കോട്ട്ലൻഡിലോട്ട് എനിക്ക് ജോലി കിട്ടി, ഞാൻ പോവാണ് എഡിൻബ്രയിലോട്ട് പോവാണെന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഭയങ്കര റൈസിസ്റ്റ് ആണ്, സ്കോട്ടിഷുകാർ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്, അവർക്ക് ഇങ്ങനെ ബ്രിട്ടീഷുകാരോ ഏഷ്യൻകാരോ ഇന്ത്യക്കാരോ ഒന്നും അവരുടെ ആ ഒരു സ്കോട്ടിഷുകാരല്ലാണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇൻ മൈ ഹാർട്ട് ഗൈസ് ഞാൻ പറയാലോ, ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ആരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ അവരൊക്കെ ഉണ്ടല്ലോ ചുമ്മാ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴും ഹലോ ഡാർലിംഗ് ഹൗ ആർ യു, ഐ യു ഓക്കേ. ഇംഗ്ലണ്ടുകാരിൽ പോലും ഞാനത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ജോബിന് പോകുന്ന സമയത്ത് ഓഫീസിൽ വല്ലപ്പോഴേക്കും പോകാറുള്ളൂ. ആ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും ചിരിച്ചുകൊണ്ട് നമ്മളെ ഹാർഡ്ലി വെൽക്കം ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇന്റൻഷ്യലി അവർ ചെയ്തു തരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ സ്കോട്ടിഷുകാരിൽ കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് സ്കോട്ട്ലൻഡ് നല്ല ഇഷ്ടപ്പെടും. അപ്പം എനിക്ക് ഭയങ്കര കാം ആയിട്ടുള്ള പ്ലേസ് ആണ്, അധികം ട്രാഫിക് ഇല്ല, കാണാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങനെയുള്ള പേര്, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു രാജ്യം തന്നെയാണ് സ്കോട്ട്ലൻഡ് എന്ന് പറയത്തില്ല, അതുപോലെ ഒരു അടിപൊളി രാജ്യം തന്നെയാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ എനിക്ക് സ്കോട്ട്ലൻഡ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ വ്ലോഗ് എടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ആലോചന വന്നതാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇവൻ വണ്ടി ഓടിച്ചിട്ട് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. 3-4 തവണ ഞാൻ ഈ ഒരു ഡിസംബറിന് മുന്നിലെ കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ സ്കോട്ട്ലൻഡിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതമാണ്. നമ്മൾ ട്രിപ്പ് പോകുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു അത്ഭുതമല്ലേ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ ഒരു 10 മൈൽസ് റേഡിയൻസിൽ തന്നെ കാണാനും കണ്ടിരിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് എ ടൈം ടു വിസിറ്റ് ദെയർ. വി ആർ ബിസി ആൻഡ് എക്സ്പെഷ്യലി എനിക്ക് നല്ല മടിയാണ്. അത് വേറെ കാര്യം. ഇവനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയാണ്. അത് തന്നെയാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പം പണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പോകണ്ടേ. അപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളു. അത് മേ ബി അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഏജ് ആവുന്നതിന്റെ ഓരോ വ്യത്യാസങ്ങളാണോ എന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും. നല്ല വെയിലില്ലേ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ, നല്ല ഭംഗിയില്ലേ ബേബി ഇത് കാണാൻ. നീ പറഞ്ഞ കേട്ടില്ല. ഞാൻ പിന്നീട് ഒന്നും കൂടെ ചോദിക്കാം, അപ്പൊ പറയണ. ഇപ്പൊ നീ പറഞ്ഞ അവർക്ക് കേൾക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സ്കോട്ട്ലൻഡ് യെസ്. അപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ തൊട്ട് 10 മൈൽസിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണേണ്ട സ്ഥലങ്ങളുണ്ട്. പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യുന്നത്, വീട്ടിൽ കിടന്ന് ഉറങ്ങാനോ. മുന്നിൽ കഴിഞ്ഞ വർഷം വരെ ഒന്നും അറിയണ്ട, ജോലി ആഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്യുക, ബാക്കിയുള്ള ദിവസം കറങ്ങാൻ പോവുക, അവിടെ പോവാ ഇവിടെ പോവാ, ഫ്രണ്ട്സിൻ്റെ പാർട്ടി, പബ്ബ്, ക്ലബ്ബ്, ട്രിപ്പ്, അവിടെ പോവാ ഇവിടെ പോവാ. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞല്ലേ വയസ്സായി, അതിന്റെ ഓരോ മാറ്റങ്ങളാണോ എന്ന് എനിക്ക്. പിന്നെ ശാരീരികമായും ചില മറ്റേ വയസ്സായിട്ട് സന്ധിവേദന, തലവേദന, മുട്ട് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അതും ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം
ഓൾമോസ്റ്റ് അറിയാം, അവൻ്റെ ഫാമിലിക്കും അറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടപ്പം നിങ്ങൾ ഒരു പണിയില്ലാതെ ചൊറി കുത്തിയിരിക്കുന്ന ബാക്കിയുള്ള കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന, ഓ അവൾ വലിയ അവളെ ബോയ് ഫ്രണ്ടിനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതാണ് ഇതാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇറ്റ്സ് ഈസി. നിങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന്. ബട്ട് ഐ ഡോണ്ട് കെയർ. നിങ്ങൾ റിവീൽ ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചാനൽ വഴി ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ റിവീൽ ചെയ്യുന്നത് ലൈക്ക് എനിക്ക് ഒരു ടൈം ഒരു എന്താ, എനിക്കിത് തോന്നണം, ഇത് സമയമായി, ഓക്കെ ആണ് എന്ന് തോന്നണം. ആ ഒരു ടൈമിൽ ആണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ നോക്കി, എൻ്റെ ഗ്ലോ ഉണ്ടോ? ഗ്ലോ മുഖം തിളങ്ങുന്നില്ല, എൻ്റെ മുഖം തിളങ്ങുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഫൈനലി ആ ഒരു സ്പോട്ടിലെത്തി. നല്ല വെള്ളവും വെള്ളച്ചാട്ടമൊക്കെ സ്പോട്ട്, അവിടെയാണ് വെള്ളച്ചാട്ടം. അപ്പോൾ ഞാനിവിടെ ട്രൈപ്പോഡ് വെച്ചിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കാൻ പറ്റും. പക്ഷെ നല്ല രസമുണ്ട് എന്നെ കാണാൻ. കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ കാണാനല്ല, സൺലൈറ്റ് അടിച്ചപ്പോൾ ആ ഗ്ലോ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങൾ ഇവിടെ നിന്ന് റീൽസൊക്കെ എടുത്തിട്ട് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയ അപ്പോൾ നമ്മൾ വാട്ടർഫോൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് കാറിലായതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. എൻ്റെ ഡ്രസ്സൂടെ കാണിച്ചു തരാം. ഇത് വേറെ ആരുടെ കാറാണ് കേട്ടോ. അപ്പൊ വിചാരിക്കും എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അവിടെ, അതേ ഇങ്ങനെ വായുമ്പോളൊന്നും ഇപ്പൊ ഉണ്ട്. സോ ക്യാമറയിൽ വരാൻ കുറച്ച് ഷൈ ഉള്ള ആളാണ് എന്ന് പറയാൻ പറഞ്ഞു. സോ നമുക്ക് പോയി വാട്ടർഫോൾ കണ്ടാലോ. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഇപ്പോൾ സമയം എത്രയായി? 6:30, 5:30, 4:30 ടൈം. ഓ 6:50. ഞാൻ പറഞ്ഞത് എന്ത് കറക്റ്റാണ്. ഞാൻ മറ്റേ ശാസ്ത്രം നോക്കി പറഞ്ഞതാണ്. 6:50 കറക്റ്റായിരുന്നു. സോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ഞാനിപ്പോഴേ വെള്ളത്തിലാണ് നിൽക്കുന്നത്.
കണ്ടോ? ഓ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞാൻ കുറച്ച് നേരം കൊണ്ട് എൻ്റെ ചെരുപ്പ് ഒന്ന് കഴുകണം. മഞ്ഞപ്പൂന്തോട്ടത്തിൽ, അതായത് മഞ്ഞപ്പാടത്തിൽ പോയപ്പോഴത്തേക്കും ഐസാവുന്ന കാല്. മഞ്ഞപ്പാടത്തിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒന്ന് ചെളിയായിരുന്നു ചെരുപ്പിൽ. അപ്പോൾ കഴുകണം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നല്ല ഒരവസരമായി ഞാൻ കരുതുന്നു. പക്ഷെ കാലിൻ്റെ ഐസ് ഫ്രീസാവുന്നു. ഇങ്ങനത്തെ ഐസ് വെള്ളത്തിൽ കിടക്കുന്ന തെറാപ്പികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കിടക്കുന്നതാണ്. ഒരു 2 മിനിറ്റ് നിന്നപ്പോൾ തന്നെ കാല് മരവിക്കുന്നു. അങ്ങനെ വലിയ എടാ ഒരു 2 മിനിറ്റ് ഒക്കെ നിൽക്കാൻ ഓക്കെ. പക്ഷെ കൊള്ളാം. അതാ നായികോട് സൺസെറ്റ് ആവാൻ പോവാണ്. പിന്നെ എൻ്റെ ഒരു തോട്ടം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി സൈഡ് പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു പബ്ബിൽ കയറിയിട്ട് അവരുടേതായിട്ട് ബ്രൂവറി ചെയ്യുന്ന ഒരു ബിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എന്നാണ് മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ശരവണഭവനിൽ പോകുന്നുണ്ട്. സോ ഞങ്ങൾ ഇവിടെ ഒരു പബ്ബ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇവിടെ ബ്രൂവറി ചെയ്യുന്ന ബിയർ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ട്രഡീഷണൽ ബിയർ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വന്നേക്കുവാണ്. അപ്പം എന്താ പറയുക, സോ നല്ലൊരു ഈവനിങ് ആയിരുന്നു. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ട് വരുമായിരുന്നു. നല്ല ഒരു യെല്ലോയിഷ് കളറായിരുന്നു ആ ഒരു സണ്ണിന്. നല്ല രസമുണ്ടായിരുന്നു, കാണാൻ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ആയിപ്പോയിട്ടായിരുന്നോ? ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാം. എവിടെയാണോ ലിപ്സ്റ്റിക്ക്? ഇവിടെ ലിപ്സ്റ്റിക് ഇരുന്ന എവിടെ? ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് മാർസിൻ്റെ ഈ ലിപ്സ്റ്റിക്കാണ്. മാർസിൻ്റെ മാറ്റ് മോസി എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് 01. കണ്ണും പിടിക്കുന്നില്ലെന്തോ. കണ്ണാടി വെക്കേണ്ടി വരുമെന്തോ. ഇത് ഡേറ്റ് പറഞ്ഞിട്ടുള്ളൂ. അയ്യോ ലീഡിങ് ലേഡിയാ. എടാ ഇത് എന്തുവാണ് എഴുതിയിരിക്കുന്നത്? ലീഡിങ് ലേഡി അങ്ങനെ എന്തുവാണ്? അയ്യോ കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഈ ആ സൂര്യപ്രകാശത്തിൽ നോക്കിയിട്ട് വേറെ കുഞ്ഞു സാധനങ്ങൾ നോക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇനി അടിച്ചു പോയി. ലീഡിങ് ലേഡി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ബോട്ട് യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു pub or restaurant something, so we can find something here. Let's check. Yeah.
സോ ഗൈസ്, റെസ്റ്റോറൻറ്റ് അല്ല പബ്ബ് എന്ന് വിചാരിച്ചപ്പം ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു പബ്ബാണെന്ന് വിചാരിച്ചില്ല. കറക്റ്റ് ഒരു ഡേറ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു കിടിലം സ്പോട്ട്. സോ അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്കൊരു ഡേറ്റിങ് അല്ലേ ബേബ്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി. നമ്മൾ കാലത്തിനനുസരിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് കയറിയാണല്ലേ. ഞങ്ങൾ ഏകദേശം ക്രോസ് ചെയ്ത് പോയി. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ വന്നത്, ഞാൻ എവിടെ ചെന്നാലും ഏത് കൺട്രി സൈഡിൽ ചെന്നാലും അവിടുത്തേതായിട്ടുള്ളൊരു ബിയറോ അല്ലെങ്കിൽ ഫുഡോ ട്രൈ ചെയ്യുന്ന ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നും കണ്ടുമില്ല. അപ്പം ഞാൻ നിർത്തണ്ടടാ, ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും പബ്ബ് ഉണ്ടെങ്കിൽ നോക്കി നിർത്തണേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവനാ നീ നോക്ക് മാപ്പ് നോക്കും. ഞാൻ പറഞ്ഞു നമ്മളൊന്ന് ക്രോസ് ചെയ്ത് വന്നായിരുന്നു. അപ്പം അവനെ തിരിച്ചു പോകണം. ഞാൻ പിന്നെ തിരിച്ച് പോവായിരിക്കും. അങ്ങനെ വെറും അൺഎക്സ്പെക്റ്റഡ് നമ്മൾ അങ്ങ് കുറച്ച് ദൂരം ചെന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന ഒരു പബ്ബാണ്. പബ്ബ് ഒരു റെസ്റ്റോറൻറ്റ്, ബാർ, പബ്ബ് എല്ലാം കൂടെ അടങ്ങി. ഇറ്റ്സ് എ വെരി പ്രീമിയം, ഭയങ്കര നല്ല രസമുണ്ട്. ഒരു ഡേറ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ പറ്റിയ സെറ്റപ്പൊക്കെ ഉള്ള ഒരു കിട്ടിയ പബ്ബ്. ഇവിടെ ഔട്ട് സൈഡിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോൾ കുറച്ച് തണുപ്പായതുകൊണ്ട് അവർ ഇൻഡോർ സിറ്റിംഗ് ആണ് കൂടുതൽ പ്രിഫർ. അതെ, ബോട്ടി ആടെന്നാണ് പേര്. പക്ഷെ എന്നാൽ ഭയങ്കര പ്രീമിയം ആയിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിയർ, സ്ട്രോബെറി ടാർട്ട്, പണ്ടോരെ തന്തൂരി, ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് എന്തോ ഫ്രൈ ചെയ്ത സാധനം, പേര് മറന്നു കേട്ടോ. എന്തോ ടാർട്ടില്ലേ, ടണ്ടോരെ, അങ്ങനെ എന്തോ സാധനം. സോ ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. ടൈം. എന്താണ് പേര്? എനിക്ക് തരാ, നീ എന്നെ ഫസ്റ്റ് കട്ട് ചെയ്യുന്നു. എന്താടി അങ്ങനെ എനിക്ക് തരാതെ അവള് സെൽഫിഷ് ആയിട്ട് ഒറ്റയ്ക്കെടുത്ത് കഴിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. കാണും പോലെ തന്നെ, ആ ഭംഗി പോലെ തന്നെ ഒരു രക്ഷയില്ല കഴിക്കാൻ. Strawberry is my favorite food. Everyone I think knows about it. My favorite food is strawberry. പക്ഷേ സ്ട്രോബെറിൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ, I can really feel it. ആ സ്ട്രോബെറി ആ കഴിക്കാനും കിട്ടുമ്പോൾ ആ ക്രീമും ഉണ്ട്, സീന് ഒരു രക്ഷയില്ല. വാ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. മറ്റേ മെൽറ്റിംഗ് മൗത്ത് ഒന്ന് കേട്ടില്ലേ? So tasty.